സാമൂഹിക ക്ഷേമത്തിന്റെയും പരിഷ്കരണത്തിന്റെയും പേരിൽ ഒരു മതത്തിന്റെ അന്തസ്സത്ത ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. ശബരിമല കേസിലെ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കവെയാണ് ഭരണഘടനാ ബെഞ്ചിന്റെ നിരീക്ഷണം. ശബരിമലയിലെ അയ്യപ്പ പ്രതിഷ്ഠയുടെ പ്രാധാന്യത്തിലൂന്നിയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദം. കോടിക്കണക്കിന് ജനങ്ങൾ പിന്തുടരുന്ന മതവിശ്വാസം തെറ്റാണെന്ന് പ്രഖ്യാപിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. പൊതുതാൽപര്യ ഹർജി നൽകിയത് വിഷയവുമായി ബന്ധമുള്ള കക്ഷിയല്ലെന്ന് ജസ്റ്റിസ് നാഗരത്ന വിലയിരുത്തി. ഹർജിക്കാരുടേത് അനാവശ്യ ഇടപെടലെന്നായിരുന്നു മറ്റൊരു നിരീക്ഷണം. ഒരു മതവിഭാഗത്തിന് അവരുടെ ആന്തരിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയന്ത്രിക്കാൻ അവകാശമുണ്ടെന്ന് ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി വാദിച്ചു. ക്ഷേത്രങ്ങളുടെ പൊതു സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടുത്തെ പ്രത്യേകമായ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. അയ്യപ്പന് 1000-ലധികം ക്ഷേത്രങ്ങളുണ്ട്. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന സങ്കല്പമാണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്നും ശബരിമലയെ വ്യത്യസ്തമാക്കുന്നത്. ശബരിമലയുടെ പ്രശസ്തിയുടെയും ഭക്തിയുടെയും അടിസ്ഥാനം ഈ പ്രതിഷ്ഠയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്. ഭക്തർ പോകുന്നതിന് മുമ്പ് 41 ദിവസത്തെ വ്രതം എടുക്കേണ്ടതുണ്ട്. സ്ത്രീകളെ പൂർണ്ണമായി ഒഴിവാക്കുന്നില്ല. 10 വയസ്സിന് താഴെയുള്ളവർക്കും 50 വയസ്സിന് മുകളിലുള്ളവർക്കും പ്രവേശനമുണ്ട്. ശബരിമലയിൽ ലിംഗവിവേചനമില്ലെന്ന് വാദിച്ച സിംഗ്വി യുവതി പ്രവേശനം പാടില്ലെന്ന പോയിന്റിലേക്കാണ് വാദം കേന്ദ്രീകരിച്ചത്. മീഡിയ 1, ഡൽഹി.